കിളിമാനൂർ ആലങ്കോട് റോഡിൽ കടവിള ജംഗ്ഷനിൽ നിന്നും 3.5 കിലോമീറ്റർ ഉള്ളിലായി വാമനപുരം നദിയിലെ മുള്ളിയൻ കടവിന് സമീപം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന പ്രദേശത്താണ് കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPS സ്ഥിതി ചെയ്യുന്നത്. 2026 ജനുവരി 31 സ്കൂളിലെ വർണ്ണക്കൂടാരവും പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും നടന്നു. ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPSന്റെ ചരിത്രത്തിലേക്കും നാൾ വഴികളിലേക്കും ഒന്ന് പോയി വരാം. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ കിളിമാനൂർ ഉപജില്ലയിൽ ഉൾപ്പെട്ട കട്ടപ്പറമ്പിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് ഗവൺമെന്റ് LPS കട്ടപ്പറമ്പ്. 1907 ഈ വിദ്യാലയം സ്ഥാപിതമായത്. കട്ടപ്പറമ്പ് നെന്മേനി വിളാകത്തു വീട്ടിൽ ശ്രീ കൃഷ്ണനായിരുന്നു ആദ്യ പ്രഥമാധ്യാപകൻ. ആദ്യ വിദ്യാർത്ഥി കട്ടപ്പറമ്പ് കരുപ്പുവിള വീട്ടിൽ കേശവനായിരുന്നു. സ്കൂളിന്റെ ഇപ്പോഴത്തെ പ്രഥമാധ്യാപിക ശ്രീമതി സന്ധ്യ S ആണ്. കൂടാതെ മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് നിലവിൽ സ്കൂളിലുള്ളത്. 1907 സ്ഥാപിതമായ 118 വർഷത്തിൽ പരം പഴക്കമുള്ള ഗവൺമെന്റ് LPS കട്ടപ്പറമ്പ് എന്ന സർക്കാർ ലോവർ പ്രൈമറി വിദ്യാലയം ഇന്ന് ഉയർച്ചയുടെ പടവുകൾ കയറി മുന്നേറുകയാണ്. ൽ സർക്കാർ ഏറ്റെടുത്ത ഈ സരസ്വതി ക്ഷേത്രം നിരവധി പ്രമുഖരെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വാർത്തെടുത്ത ചരിത്രമുണ്ട് ഈ വിദ്യാലയ മുത്തശ്ശിക്ക്. എന്നാൽ കാലക്രമേണ പൊതുഗതാഗതത്തിന്റെ അഭാവം, പ്രധാന ജംഗ്ഷനുകളായ വഞ്ചിയൂർ, കടവിള എന്നിവിടങ്ങളിൽ നിന്നും സ്കൂളിലേക്ക് എത്തുവാനുള്ള ദൂരം, ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം, കൂടാതെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെ അതിപ്രസരം എന്നിവ വിദ്യാലയത്തിൽ കുട്ടികൾ കുറയുന്നതിന് കാരണമാവുകയും അടച്ചുപൂട്ടൽ ഭീഷണി വരെ എത്തിനിൽക്കുകയും ചെയ്തു ഈ വിദ്യാലയ മുത്തശ്ശി. 2021 കോവിഡ് മഹാമാരിക്ക് ശേഷം നവംബറിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. അന്ന് കേവലം 25-നകത്ത് കുട്ടികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രഥമാധ്യാപകൻ, സ്ഥിരാധ്യാപകർ എന്നിവരുടെ അഭാവവും കുട്ടികളുടെ കുറവിന് പ്രധാന കാരണമായി. എന്നാൽ 2021 ഡിസംബർ 1 ശ്രീമതി സന്ധ്യ S എന്ന പ്രഥമാധ്യാപിക കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPSൽ ചുമതലയേറ്റതാണ് സ്കൂളിന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു വഴിത്തിരിവും നാഴികക്കല്ലും ആയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPS ഇന്ന് ഉയർച്ചയുടെ പടവുകൾ കയറി മുന്നേറുകയാണെങ്കിൽ അതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് നിലവിലെ സ്കൂളിന്റെ പ്രഥമാധ്യാപികയായ ശ്രീമതി സന്ധ്യ S തന്നെയാണ്. പൂർവ്വ വിദ്യാർത്ഥികളെയും അഭ്യുദയകാംക്ഷികളെയും നാട്ടുകാരെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുമിച്ച് ഒറ്റക്കെട്ടാക്കി സ്കൂൾ പ്രവർത്തന മേഖല, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുവാനുള്ള കൂട്ടായ ശ്രമം നടത്തുകയും അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്ന് തീർച്ചയായും പറയാം. കട്ടപ്പറമ്പ് ദേശത്തെ വാട്സപ്പ് കൂട്ടായ്മയായ കിടുത്തട്ടുവിള ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ പഴകി ജീർണിച്ച പാചകപ്പുര നവീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുകയുണ്ടായി. കൂടാതെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ R നന്ദകുമാർ കട്ടപ്പറമ്പ് LPSലെ അധ്യാപകനും തന്റെ മുത്തച്ഛനുമായ ശ്രീ M രാമൻപിള്ള അവർകളുടെ സ്മരണാർത്ഥം ശ്രീ M രാമൻപിള്ള മെമ്മോറിയൽ കിഡ്സ് പാർക്ക് നിർമ്മിച്ചു നൽകി. ഇത് വിദ്യാലയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. തുടർന്ന് ദേശവാസികളും അഭ്യുദയകാംക്ഷികളുമായ നിരവധി പേരുടെ സഹായഹസ്തം ഈ വിദ്യാലയത്തിനുണ്ടായി.
ശ്രീ പ്രസന്ന ബാബു, ശ്രീ ജി സുദർശനൻ, ശ്രീ ബൈജു, ശ്രീ നസീർ, ശ്രീ രജിത് കുമാർ, ശ്രീ ബി ശശാങ്കൻ, ശ്രീ ബാബുക്കുട്ടൻ നായർ തുടങ്ങി നിരവധി പേർ ഈ വിദ്യാലയ മുത്തശ്ശിയുടെ സംരക്ഷണാർത്ഥം ഒപ്പം നിന്നവരാണ്. ഇന്നും നിരവധി സുമനസുകളുടെ കാരുണ്യം ഈ സരസ്വതി ക്ഷേത്രത്തിന് ലഭ്യമാവുകയും ചെയ്തു വരുന്നു. വിദ്യാലയത്തിലെ പാഠ്യേതര കലാരംഗത്തെ മികവുകൾ, വർഷം തോറും അധ്യാപക പരിശീലനം, സ്ഥിരാധ്യാപകർ, സ്കൂൾ ബസ് ഏർപ്പെടുത്തിയത്, രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണം, ശുചിയായ അന്തരീക്ഷവും ചുറ്റുപാടുകളും, സ്കൂളിന്റെ അച്ചടക്കം എന്നിവ വിദ്യാലയത്തിൽ കുട്ടികൾ വർദ്ധിക്കുവാൻ കാരണമായി. ഇന്ന് 70ഓളം കുട്ടികളാണ് ഇവിടെ പഠനം നടത്തിവരുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ വർധന നേരിട്ട് കണ്ടറിഞ്ഞ പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഈ വിദ്യാഭ്യാസ മുത്തശ്ശിയുടെ സംരക്ഷണം ഉറപ്പു നൽകിക്കൊണ്ട് SSK സ്റ്റാഴ്സിന്റെ 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പദ്ധതി വിദ്യാലയത്തിന് അനുവദിച്ചു നൽകി. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് അത്യന്താപേക്ഷിതമായ 2 ക്ലാസ് മുറികളുടെ അഭാവം പദ്ധതി നടപ്പിലാക്കുന്നതിന് വിഘാതമായി നിന്നപ്പോൾ ഇത് കണ്ടറിഞ്ഞ സർക്കാർ 2 പ്രീ പ്രൈമറി ക്ലാസ് മുറികൾക്കായി SSK സ്റ്റാഴ്സ് ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുകയും ക്ലാസ് മുറികളുടെയും വർണ്ണക്കൂടാരം പദ്ധതിയുടെയും പണി പൂർത്തീകരിക്കുകയുമുണ്ടായി. കരവാരം ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിയൂർ വാർഡിൽ 118 വർഷത്തിൽ പരം പഴക്കമുള്ള ഗവൺമെന്റ് LPS കട്ടപ്പറമ്പ് എന്ന സരസ്വതി ക്ഷേത്രം ഇന്ന് ഉയരങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. ആകർഷകവും വർണ്ണാഭവും ശിശു സൗഹൃദപരവുമായ 13 പ്രവർത്തനയിടങ്ങൾ സജ്ജമാക്കിക്കൊണ്ടാണ് പ്രീ പ്രൈമറി ക്ലാസുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി അനുവദിച്ച 10 ലക്ഷം രൂപ കിളിമാനൂർ BRCയുടെ സഹകരണത്തോടെ വിനിയോഗിച്ച് നടപ്പിലാക്കിയ വർണ്ണക്കൂടാരം പദ്ധതി ഉദ്ഘാടനവും പദ്ധതി നടപ്പിലാക്കാൻ അനിവാര്യമായ കെട്ടുറപ്പുള്ള ക്ലാസ് മുറികളുടെ അഭാവം നിലനിന്ന സാഹചര്യത്തിൽ SSK സ്റ്റാഴ്സ് പദ്ധതി പ്രകാരം അനുവദിച്ച 20 ലക്ഷം രൂപയിൽ പണിതീർത്ത 2 പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും 2026 ജനുവരി 31 ആറ്റിങ്ങലിന്റെ ബഹുമാനപ്പെട്ട MLA ശ്രീമതി OS അംബിക നിർവഹിച്ചു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി R കവിത അധ്യക്ഷയാവുകയും കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPS ഹെഡ്മിസ്ട്രസ് ശ്രീമതി സന്ധ്യ S സ്വാഗതം പറയുകയും ചെയ്തു. ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സജീർ രാജകുമാരി മുഖ്യാതിഥിയായി എത്തി. ഈ സ്കൂളിൽ എങ്ങനെ ചെയ്യും എന്നൊരു ആശങ്ക എനിക്ക് നവാസാറ് ജീവ ടീച്ചറിന് വെച്ചപ്പോഴുണ്ടായിരുന്നു. പക്ഷേ SSF ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ട നിർമ്മാണത്തിന് പൈസ അനുവദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന കട്ടപ്പറമ്പ് സ്കൂളിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ വെള്ളക്കൂടാരം കുറക്കാൻ സാധ്യമാണ്. അങ്ങനെ എല്ലാവരും ശശാങ്കൻ ഉൾപ്പെടെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആ ശ്രദ്ധ നമ്മൾ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മുടെ പൊതുസമൂഹത്തോടൊപ്പം എല്ലാവരോടൊപ്പം നമുക്കൊരു ആഹ്ലാദവും അനുമോദനവും പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. DPC SSK തിരുവനന്തപുരം ഡോക്ടർ നജീബ് B പദ്ധതി വിശദീകരിച്ചു. കൂടാതെ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖരും സ്കൂൾ അധ്യാപകരും PTA MPTA SMC അംഗങ്ങളും ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളെ ആദരിച്ചതോടൊപ്പം തന്നെ കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPSന് എന്നും സഹായഹസ്തവുമായി നിൽക്കുന്ന സുമനസുകളെയും
കൂടാതെ വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെയും കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPSന്റെ നേതൃത്വത്തിൽ വേദിയിൽ ആദരവ് നൽകി. പ്രസ്തുത നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷമുള്ള ഉദ്ഘാടന ചടങ്ങിൽ രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ M. രാജീവ്, SMC ചെയർമാൻ ശ്രീ B. ശശാങ്കൻ, കുട്ടികൾക്ക് എല്ലാ വർഷവും എൻഡോമെന്റുകൾ നൽകി വരുന്ന സ്നേഹം നിറഞ്ഞ അഭ്യുദയകാംക്ഷികൾ, സ്കൂളിനൊപ്പം സഹായഹസ്തവുമായി എന്നും നിലകൊള്ളുന്ന ടെക്നോ പാർക്ക് കമ്പനികളായ UST, ഇൻഫോസിസ് എന്നിവയും, കൂടാതെ കെട്ടിട നിർമ്മാണത്തിന് വഴികാട്ടിയായ SSKയുടെ എഞ്ചിനീയർ ശ്രീമതി അനീഷ ക്രിസ്റ്റഫർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ സജീർ രാജകുമാരി, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ദീപ്തി മോഹൻ, കിളിമാനൂർ BPC ശ്രീ K. നവാസ്, CRC കോർഡിനേറ്റർ ശ്രീമതി ഷീബ K തുടങ്ങിയവരുടെ മികച്ച സേവനം കട്ടപ്പറമ്പ് ഗവൺമെന്റ് LPSന് എന്നും ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിറഞ്ഞ കൂട്ടായ്മയുടെയും നേതൃത്വ മികവിന്റെയും കരുത്തിൽ ഗവൺമെന്റ് LPS കട്ടപ്പറമ്പ് ഏവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്കുള്ള പ്രയാണം തുടരുകയാണ്.